ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അത് ഇമെയിലിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാലും കാണാൻ പറ്റും. തമ്മിൽ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഹസ്ബൻഡും വൈഫും കുഞ്ഞും ഉണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം. അങ്ങനെ 3 വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യം കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. ഞാൻ മാക്സിമം എല്ലാ വീഡിയോയിലും എല്ലാ രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ ഗൂഗിളിൽ പോയിട്ട് IRCC ലോഗിൻ ടൈപ്പ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഓപ്ഷനായ Canada.ca ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരെ നമ്മുടെ GCക്കിലോട്ടാണ് പോകുന്നത്. അവിടെ കണ്ടില്ലേ, GCക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് നമ്മൾ GCക്ക് ലോഗിൻ ചെയ്യുക. നമ്മൾ സൈൻ ഇൻ ചെയ്തു. അന്നേരം നമ്മുടെ ID കാണിക്കും. വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ IDയിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP കൂടെ അടിച്ചു കൊടുക്കുക. പിന്നെ കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അന്നേരം നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നേരെ താഴെ വന്നിട്ട് ഐ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഫേവറേറ്റ് പേഴ്സൺ, നിങ്ങളുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അക്കൗണ്ട് ഹോമിലോട്ട് വരും. അവിടെ നേരെ താഴെ വന്നിട്ട് സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്ലൈ ടു കം ടു കാനഡ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം കുറേ പേഴ്സണൽ ചെക്ക് ലിസ്റ്റ് ആണ്, കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതിനെല്ലാം ആൻസർ കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ റെഫറൻസ് കോഡാണ്. പ്ലീസ് എൻ്റർ പേഴ്സണൽ റെഫറൻസ് കോഡ് ടു ബിഗിൻ യുവർ ആപ്ലിക്കേഷൻ. നമുക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ റെഫറൻസ് കോഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ താഴെ വന്നിട്ട് ഐ ഡോണ്ട് ഹാവ് എ പേഴ്സണൽ റെഫറൻസ് കോഡ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, ഡിറ്റർമൈൻ യുവർ എലിജിബിലിറ്റി ആൻഡ് അപ്ലൈ ഓൺലൈൻ വിസിറ്റേഴ്സ് വിസ സ്റ്റഡി ആൻഡ് വർക്ക് പെർമിറ്റ്. ഇതിൽ വർക്ക് പെർമിറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നേരെ വർക്ക് പെർമിറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഫൈൻഡ് ഔട്ട് ഇഫ് യു ആർ എലിജിബിൾ ടു അപ്ലൈ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണുന്നത്. അല്ലെങ്കിൽ മേളിലത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അത് പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും, ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് പെർമിറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഐഡിയ കിട്ടും. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ ഡോക്യുമെന്റ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഇൻ കാനഡ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് പെർമിറ്റ് ആണ്. നേരെ വർക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഹൗ ലോങ് ആർ യു പ്ലാൻ ടു സ്റ്റേ ഇൻ കാനഡ. അതിൽ ടെമ്പററി ആണ്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്, ടെമ്പററി ലെസ് ദാൻ 6 മന്തും ടെമ്പററി മോർ ദാൻ 6 മന്തും. നമ്മൾ 1 ഇയർ കോഴ്സാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും 2 ഇയർ കോഴ്സാണ് പഠിച്ചതെങ്കിലും ടെമ്പററി മോർ ദാൻ 6 മന്ത് ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു. ദെൻ അടുത്ത് സെലക്ട് ദ കോഡ് ദാറ്റ് മാച്ചസ് ദ വൺ ഓൺ യുവർ പാസ്പോർട്ട്. അത് നിങ്ങളുടെ പാസ്പോർട്ട് ഏത് രാജ്യത്തെയാണെന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യയാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ കറണ്ട് കൺട്രി ഓർ ടെറിട്ടറി ഓഫ് റെസിഡൻസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ കാനഡയിലാണ്, ഇൻസൈഡ് കാനഡ ആണെങ്കിൽ ഇൻസൈഡ് കാനഡ കൊടുക്കുക. ഇപ്പോൾ കാനഡ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. നോർമലി എല്ലാവരും കാനഡയ്ക്കകത്ത് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യയിൽ പോയിട്ട് ആരും വർക്ക് പെർമിറ്റ് സാധാരണ കേസിൽ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ കൊടുക്കാം. ദെൻ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡു യു ഹാവ് എ ഫാമിലി മെമ്പർ ഹു ഈസ് എ കനേഡിയൻ സിറ്റിസൺ ഓർ എ പെർമനന്റ് റെസിഡൻസ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. ദെൻ വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ റാൻഡമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ നോക്കി തെറ്റാതെ തന്നെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആർ യു എ ലോഫുൾ പെർമനന്റ് റെസിഡൻസ് ഓഫ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് വിത്ത് എ വാലിഡ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ്. ഓക്കെ, അങ്ങനെ ആളല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നോ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. വീണ്ടും അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ കറണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ കാനഡ. ഇപ്പം നമ്മൾ നിലവിൽ സ്റ്റുഡൻ്റ് ആണ്, അവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡു യു പ്ലാൻ ടു വർക്ക് ഓൺ ക്യാമ്പസ്. അതിൽ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത്. നോ കൊടുത്തു. ഇത് കോളേജിനുള്ളിൽ വർക്ക് ചെയ്യാന്നുണ്ടെന്നാണ് അവർ ചോദിക്കുന്നത്. ഓൺ ക്യാമ്പസ്, ചില ക്യാമ്പസിൽ ഇൻസൈഡ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കരുത്, എസ് കൊടുക്കരുത്. നമ്മൾ എല്ലായിടത്തും വർക്ക് ചെയ്യാൻ പറ്റണം നമുക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോ കൊടുത്തു. ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ യു എ ഫുൾ ടൈം സ്റ്റുഡൻറ്റ് അറ്റ് എ പാർട്ടിസിപ്പേറ്റിംഗ് പോസ്റ്റ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വാണ്ട് ടു വർക്ക് ഓഫ് ക്യാമ്പസ് അപ് ടു 20 hours പെർ വീക്ക്. നമ്മൾ ആ കേസിലല്ല, നമ്മളത് നോ കൊടുക്കുകയാണ്. കാരണം ഇതിൽ അപ് ടു 20 hours വീക്കാണ്. അത് നമ്മൾ ആ കേസിൽ വരുന്നില്ല. ഇവിടെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് കാണിക്കാൻ പറ്റും വ്യൂ ലിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് പോസ്റ്റ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പെടുന്നില്ല. നമ്മൾ കാനഡയിൽ ഒരു DLA കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻ നോ ആണ്, അത് കൊടുക്കുക.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാവ് യു റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ഫ്രം എ പാർട്ടിസിപ്പേറ്റിംഗ് കാനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വിച്ച് യു സ്റ്റഡി പ്രോഗ്രാം വാസ് ഫുൾ ടൈം ആൻഡ് എ മിനിമം ഓഫ് 8 months. അത് എസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആ കേസിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസ് യുവർ വർക്ക് ആസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് യുവർ സ്റ്റഡീസ്, ഫോർ എക്സാമ്പിൾ കോപ്പ് ഓർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അല്ല, നമ്മൾ പഠിത്തം നമ്മുടെ കഴിഞ്ഞു, നമ്മൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് പഠിത്തമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കേസിലും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ആൻസർ നോ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കണം. നോർമലി എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും. ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം വേറെ ഫോമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അടുത്ത വീണ്ടും വന്നു, ഹാവ് യു ബീൻ ടോൾഡ് ബൈ ആൻ ഇമിഗ്രേഷൻ റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഓഫീസ് ദാറ്റ് യു ആർ അപ്രൂവ്ഡ് ഇൻ പ്രിൻസിപ്പൽ ഫോർ പെർമനന്റ് റെസിഡൻസ് ഇൻ കാനഡ. അങ്ങനെ ഒരാളല്ല നമ്മൾ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. ദെൻ ഹാവ് യു സബ്മിറ്റഡ് എ പെർമനന്റ് റെസിഡൻസ് ആപ്ലിക്കേഷൻ ഇൻ കാനഡ. നമ്മൾ PR അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. ദെൻ ഡു യു ഹാവ് എ റിട്ടൺ ജോബ് ഓഫർ. ഇതെന്ന് പറയുന്നത് LMA കേസാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി റിട്ടൺ ജോബ് ഓഫർ തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ കറന്റ് വർക്ക്, നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആളുടെ ഒരു ഓഫർ ലെറ്റർ കമ്പനി തന്നിട്ടുണ്ട്. അതൊന്നും അല്ല ഈ കേസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോ തന്നെ കൊടുക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡു യു ഹാവ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഫ്രം യുവർ സ്കൂൾ ദാറ്റ് കൺഫേംസ് യു ആർ കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി പ്രോഗ്രാം. അതായത് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ ഏപ്രിൽ 25-26 ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാം കഴിഞ്ഞു, നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീഷൻ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തേക്കുന്നത്. ഞാൻ എസ് കൊടുക്കുകയാണ്, കാരണം എനിക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എസ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫാമിലി ആപ്ലിക്കേഷൻ ആണ്. അതായത് സ്പൗസ് ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരാൾ വർക്ക് പെർമിറ്റിലായിരിക്കും. അപ്പം ഒരാളുടെ സ്റ്റഡി പെർമിറ്റിൽ നിന്ന് വർക്ക് പെർമിറ്റിലോട്ടും രണ്ടാമത്തെ ആടെ വർക്ക് പെർമിറ്റ്, അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റ്, സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷനുമാണ് ഒരേ സമയം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി പ്രോസസ്സിംഗ് ആണ്, കൂടുതൽ ആപ്ലിക്കേഷനും കാര്യങ്ങളും വേണം. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആപ്ലിക്കൻ്റ് ആണ്, നിങ്ങൾക്ക് സ്പൗസ് ഒന്നും ഇല്ല, അപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കയറി കാണുക. ഇത് ഫാമിലിയായിട്ട് സ്പൗസിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഇവ നിങ്ങൾക്ക് കുഞ്ഞുണ്ടെങ്കിൽ പോലും അതിന് ഞാൻ വേറെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി, കാരണം കുഞ്ഞും കൂടെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഡോക്യുമെന്റ് വരും, അത് ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള 3 വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് കയറി കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിവിടെ മാരീഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ മാരീഡ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് യുവർ പ്രൊവിൻസ്. ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പ്രൊവിൻസ്, 6 മാസത്തിൽ കൂടുതൽ എവിടെയാണ് താമസിച്ചത് ആ പ്രൊവിൻസ് ആണ് കൊടുക്കുന്നത്. ഒണ്ടാരി കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ കൊടുത്ത ആൻസറിൻ്റെ ആസ്പദമാക്കിയിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. ഇങ്ങനെ ഇതുവരെ നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരത്തില്ല. നമുക്ക് 2 അപ്ലൈ ചെയ്യാൻ പറ്റും. ടെമ്പററി റെസിഡൻസ് വിസയ്ക്ക് നമ്മൾ എലിജിബിൾ ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എലിജിബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ആദ്യം ഒന്നുകൂടെ കാണുക. അപ്പോൾ ഞാൻ കൊടുത്ത പോലെയൊക്കെ തന്നെ ഒന്നുകൂടെ കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ദെൻ നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ദെൻ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, നമ്മളതെല്ലാം കംപ്ലീറ്റ്ലി വായിച്ച് നോക്കിയിട്ട് ആൻസർ കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു ഹാവ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഫ്രം യുവർ സ്കൂൾ ദാറ്റ് കൺഫേം യു ആർ കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി പ്രോഗ്രാം. യെസ് ആണ് കൊടുക്കേണ്ടത്. യെസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇപ്പം ലാസ്റ്റ് നിങ്ങളുടെ ഫൈനൽ എക്സാം കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ആയി, മെയ് 10 മെയ് 15 ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞ കംപ്ലീഷൻ ലെറ്റർ കോളേജിൽ നിന്ന് കിട്ടുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്ക് യെസ് കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് വെക്കാൻ പറ്റും. ഫീസ് അടയ്ക്കാതിരുന്നാൽ മതി, കാരണം 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഡോക്യുമെൻ്റെല്ലാം അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ലെസ് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഇത്. നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹാവ് യു ഹാഡ് എ മെഡിക്കൽ എക്സാം പെർഫോംഡ് ബൈ IRCC ഓതറൈസ്ഡ് പാനൽ ഫിസിഷ്യൻ ഡോക്ടർ വിത്തിൻ ലാസ്റ്റ് 12 months. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. ലാസ്റ്റ് 12 മാസത്തിനുള്ളിൽ നിങ്ങൾ മെഡിക്കൽ എടുത്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായെന്ന് വെച്ചോ, ഞാൻ മെഡിക്കൽ എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നോ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ കണ്ടില്ലേ, എ മെഡിക്കൽ എക്സാം ഈസ് നീഡഡ് ബിഫോർ യു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫോർ ഫോറിൻ നാഷണൽ ഹൂ. അപ്പോൾ ഈ പറയുന്ന കേസിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ മെഡിക്കൽ എക്സാം എടുക്കണം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, ഞാൻ ഒന്ന് വായിക്കാം. വാണ്ട് ടു സ്റ്റേ ഇൻ കാനഡ മോർ ദാൻ 6 months ആൻഡ് ഹാവ് ലീവ്ഡ് 1 or more ഡെസിഗ്നേറ്റഡ് കൺട്രീസ് ഓർ ടെറിട്ടറീസ് ഫോർ മോർ ദാൻ 6 months. അതായത് നിങ്ങൾ കാനഡ വന്നതിന് ശേഷം വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോവുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർ ഒരു കുറേ ഡെസിഗ്നേറ്റഡ് കൺട്രീസ് പറയുന്നുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും കൺട്രിയിൽ നിങ്ങൾ 6 മാസത്തിൽ താമസിച്ചിട്ടുണ്ട്, അതിന് ശേഷമാണ് തിരിച്ച് നിങ്ങൾ കാനഡ വരുന്നതെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എടുക്കണം. ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതേ വിട്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റൻറ്റ് ടു വർക്ക് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ജോബ്. ഈ പറയുന്ന ഏതെങ്കിലും ജോലികളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ PGWB കിട്ടി, നിങ്ങളൊരു പറഞ്ഞ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എടുക്കണം. അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ജോലിയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ എസ് കൊടുത്തിട്ട് മെഡിക്കൽ എടുത്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റോട് അപ്ലോഡ് കൊടുക്കുക. അത് സിമ്പിൾ കാര്യമാണ്. ഒരു $145 അങ്ങോട്ട് കനഡിയൻ ഡോളറേ ഉള്ളൂ അത് മെഡിക്കൽ എടുക്കാനായിട്ട്. അത് ഓരോ ഈ ക്ലിനിക്ക് അനുസരിച്ചിരിക്കും. അപ്പം ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് തന്നെ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിച്ചു.
വീണ്ടും ഒരു ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു വർക്ക് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ജോബ്. അപ്പം വീണ്ടും ചോദിക്കുന്നു പറഞ്ഞാൽ ഈ മെഡിക്കൽ എന്ന് പറയുന്ന സാധനം കാനഡയിൽ ഇങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ കൺഫേം ആക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് വായിച്ച് നോക്കാതെ നിങ്ങൾ എസ് ഓർ നോ കൊടുക്കരുത്. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. കാരണം ഈ പറയുന്ന ഒന്നിലും അല്ല ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഡു യു വാണ്ട് ടു സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ഫാമിലി മെമ്പർ. ഇതിൽ നമ്മൾ എസ് ആണ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ വൈഫിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എസ് കൊടുക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്നുള്ളത്, ഇഫ് യു ആർ സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ മോർ ദാൻ വൺ ഫാമിലി മെമ്പർ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് യുവർ സ്പൗസ്. ഈ കേസിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞോട് വരുമ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പം ഇത് സ്പൗസിൻ്റെ കേസ് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ കേസ് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചിട്ട് വാട്ട് കൺട്രി ഡസ് യുവർ ഫാമിലി മെമ്പർ ലീവ് ഇൻ. ഇത് സ്പൗസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പൗസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കാനഡ കൊടുക്കുകയാണ്. ദെൻ വിച്ച് കൺട്രി ഇഷ്യൂഡ് യുവർ ഫാമിലി മെമ്പർ പാസ്പോർട്ട്. ഞാനിവിടെ ഇന്ത്യ കൊടുക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈസ് യുവർ ഫാമിലി മെമ്പർ എ പെർമനന്റ് റെസിഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അത് നമ്മുടെ കേസിലില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നോ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പേഴ്സ് കറന്റ് മാരിറ്റൽ സ്റ്റാറ്റസ്. അത് മാരിഡ് ആണ്. നമ്മൾ മാരിഡ് കൊടുത്തു. ദെൻ വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പേഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് നിങ്ങളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ വൈഫ് എന്നാണ് പറയുന്നത്. വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ഞാൻ അവിടെ റാൻഡമായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, വേർ വിൽ യുവർ ഫാമിലി മെമ്പർ ബി സ്റ്റേയിങ് ഇൻ കാനഡ. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒണ്ടാരിയോ കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ ഞാൻ ഒണ്ടാരിയോനെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് അടിച്ചു. വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പേഴ്സ് കറന്റ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ കാനഡ. അപ്പോൾ വൈഫ് വർക്ക് പെർമിറ്റിലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട്, അതായത് നിങ്ങളുടെ സ്പൗസ് ആരാണ്, ഹസ്ബൻഡോ വൈഫോ, അവർ വർക്ക് പെർമിറ്റിലാണ്. അതുകൊണ്ട് വർക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുകയാണ്. അടുത്തെന്ന് പറയുന്നത്, വാട്ട് ഡസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു ഡു ഇൻ കാനഡ. അതായത് വീണ്ടും വർക്ക് ചെയ്യണം. അവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ടു റിമൈനിങ് കാനഡ ആസ് എ വിസിറ്റർ അല്ല. അപ്ലൈ ഫോർ ഓർ എക്സ്റ്റെൻഡ് ആൻഡ് ഓപ്പൺ വർക്ക് പെർമിറ്റ്. ഇതാണ് കൊടുക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യാണ്, എക്സ്റ്റെൻഡ് ആൻഡ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു റീസ്റ്റോർ ദെയർ സ്റ്റാറ്റസ് ഇൻ കാനഡ. ഇത് നോ ആണ്. പലരും എസ് ആണ് കൊടുക്കുന്നത്. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസൊക്കെ ഭയങ്കരമായിട്ട് റൈസ് ആവും. നോർമൽ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ആയിരിക്കില്ല വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് ഒരു 30 ദിവസത്തിന് മുമ്പായിരിക്കും. നമ്മുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആവുന്നതിന് മുമ്പായിരിക്കും. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും സെയിം സമയത്ത് തന്നെ നമ്മുടെ വർക്ക് പെർമിറ്റോ സ്റ്റഡി പെർമിറ്റോ എക്സ്പയർ ആവും. അപ്പോൾ അതിനൊരു 30 ദിവസം മുമ്പായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നോർമൽ കേസിൽ നിങ്ങളുടെ സ്റ്റഡി തീരുന്നതിന് ഒരു 3 മാസത്തോടെ മുന്നോട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പെർമിറ്റ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. പഠിത്തം തീർന്ന് നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിലല്ല. അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഹാസ് യുവർ ഫാമിലി മെമ്പർ ഹാഡ് എ മെഡിക്കൽ എക്സാം പെർഫോംഡ് ബൈ എൻ IRCC ഓതറൈസ്ഡ് പാനൽ ഓർ ഫിസിഷ്യൻ. അതായത് നമ്മുടെ കേസല്ല, നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ കേസാണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മുടെ കേസ് ചോദിച്ചായിരുന്നു. ഇത് ഫാമിലി മെമ്പറിൻ്റെ കേസാണ്. നമ്മൾ നോ കൊടുക്കുകയാണ്. ഈവൻ നിങ്ങളുടെ സ്പൗസ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തിൽ താഴെ ആയുള്ളൂ, നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്തിട്ടാണ് വന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എസ് കൊടുക്കുക. ഇവിടെ ഞാൻ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ അവർ പറയുന്ന ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ ഓപ്ഷൻ പറയുന്നുണ്ട്. എ മെഡിക്കൽ എക്സാം ഈസ് നീഡഡ് ഫോർ യുവർ ഫാമിലി മെമ്പർ ബിഫോർ യു സബ്മിറ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ ആ കേസാണ് ഇവിടെയും പറഞ്ഞത്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിവിടെ നോ കൊടുക്കുകയാണ്. ഈവൻ നിങ്ങളുടെ സ്പൗസ് ഇതേ ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ ഇവിടെ നോ കൊടുത്തു. വീണ്ടും നെക്സ്റ്റ് അടിച്ചു. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീണ്ടും ഞാനിവിടെ നോ കൊടുത്തു. നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ പാസ്റ്റ് 10 years ഹാസ് യുവർ ഫാമിലി മെമ്പർ ഗിവൺ ദെയർ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫോട്ടോ. അതായത് ബയോമെട്രിക്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എസ് കൊടുത്തു. ദെൻ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്തത്, ദർ ആർ ഫീസ് അസോസിയേറ്റഡ് വിത്ത് യുവർ ഫാമിലി മെമ്പർ ആപ്ലിക്കേഷൻ. വിൽ യു ബി പേയിങ് ഫാമിലി മെമ്പർ ഫീസ്. അതായത് നമ്മളാണോ നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ ഫീസ് പേ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓർ ഈസ് യുവർ ഫാമിലി മെമ്പർ ഫീസ് എക്സംപ്റ്റഡ്. അല്ല, നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ ഫീസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ഒരുമിച്ചാണ് ഫീസ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡു യു വാണ്ട് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ അനദർ ഫാമിലി മെമ്പർ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ഒരാൾക്ക് ഒരു സ്പൗസേ കാണത്തുള്ളൂ. അപ്പോൾ വീണ്ടും കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും. 1 2 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ആപ്ലിക്കേഷൻ കുറച്ച് ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഇപ്പോൾ ഈ കേസിൽ ഞാൻ വൈഫിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വേറെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അത് കയറി കാണുക. അപ്പോൾ നമ്മളിവിടെ നോ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. ആർ യു ഗിവിങ് സമ്മൺ ആക്സസ് യുവർ ആപ്ലിക്കേഷൻ. ഈ കേസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ തന്നെത്താനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നോ കൊടുക്കുകയാണ്. ഇൻ കേസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേറെ ആരെങ്കിലും ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ചെയ്തു തരുവാണെങ്കിൽ പോലും നിങ്ങൾ എസ് കൊടുത്തിട്ട് ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ഫോം ഫില്ല് ചെയ്ത് തരണം. അതും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുള്ളത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് ഇതിനെ കയറി കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ നോ കൊടുക്കുകയാണ്. നോ കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു.
ഇൻ ദ പാസ്റ്റ് 10 years ഹാവ് യു ഗിവൺ യുവർ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫോട്ടോ ബയോമെട്രിക്സ്. ഇത് ചോദിക്കുന്നത് നമ്മുടെ കാര്യമാണ് ചോദിക്കുന്നത്, നമ്മുടെ സ്പൗസിൻ്റെ അല്ല. നമ്മുടെ സ്പൗസിൻ്റെ ആൾറെഡി ചോദിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ എസ് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് അടിക്കുക. പിന്നെ ചോദിക്കുന്നത് ഇത് നമ്മുടെ കേസാണ് കേട്ടോ, നമ്മുടെ വൈഫിൻ്റെ കേസ് എല്ലാം കഴിഞ്ഞു. ഇനി ചോദിക്കുന്ന മൊത്തം നമ്മുടെ കാര്യമാണ്. ഞാൻ വൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസ് ആരാണോ അവരുടെ കേസ് എല്ലാം കഴിഞ്ഞു. ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മൊത്തം നമ്മളോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ദർ ആർ ഫീസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ആപ്ലിക്കേഷൻ, വിൽ യു ബി പേയിങ് യുവർ ആപ്ലിക്കേഷൻ ഫീസ്. ഞാനത് എസ് ആണ് കൊടുക്കുന്നത്. യെസ് ഐ വിൽ ബി പേയിങ് മൈ ആപ്ലിക്കേഷൻ ഫീസ്. അത് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ യു ഏബിൾ ടു മേക്ക് എ ഡിജിറ്റൽ കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് വിത്ത് സ്കാനർ ക്യാമറ. യെസ്, നമ്മുടെ ഡോക്യുമെന്റ് എല്ലാം നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളോട് എസ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്തെന്ന് പറയുന്നത് വിൽ യു ബി പേയിങ് യുവർ ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ. യെസ്, നമ്മൾ ഓൺലൈൻ വഴി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അല്ല, നമ്മൾ കൊടുത്ത ആൻസർ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് റിവ്യൂ ചെയ്യുക. നിങ്ങളുടെയും നിങ്ങളുടെ സ്പൗസിൻ്റെയും ക്വസ്റ്റ്യൻ ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. സിംഗിൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഐ ബട്ടൺ അല്ല, ഇതൊരു പെൻസിലിൻ്റെ ബട്ടണാണ്, ഈ എഡിറ്റ് ബട്ടണാണിത്. ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അങ്ങോട്ട് പോകും. ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാം, കണ്ടില്ലേ? ഈ ഇപ്പോൾ വർക്കർ എന്നുള്ള ഓപ്ഷൻ മാറ്റി വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വർക്കർ തന്നെ കൊടുക്കണം. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് മാറ്റി കൊടുത്തിട്ട് ഇവിടെ അപ്ഡേറ്റ് ഇൻഫർമേഷൻ ഉണ്ടോ, ഈ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്, നിങ്ങൾ വായിച്ച് നോക്കുക. നേരെ താഴെ വന്നിട്ട് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയുന്നില്ലേ സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. ഒരു 4 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു മസ്റ്റ് ബി ലോഗിൻ ഇൻ യുവർ അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുക. രണ്ടാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവ് യുവർ ആപ്ലിക്കേഷൻ. ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. അതുപോലെ തന്നെ 60 ദിവസത്തേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം പഠിത്തം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫ്രീ സമയം കിട്ടി, നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നിങ്ങൾ ഫീസ് പേ ചെയ്താൽ മാത്രമേ ഇത് ഫൈനൽ സബ്മിഷൻ ആവത്തുള്ളൂ. നമുക്ക് 60 ദിവസം സമയമുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അതെങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് 60 ദിവസത്തിന് ശേഷം ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്ലോഡ് യുവർ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. PDF ആണ്, PDF ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. PDF ആണെങ്കിൽ 4 MB കൂടാൻ പാടില്ല, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനത് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സെക്ഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നേരെ താഴെ വന്നിട്ട് ഫീസ്, പേ യുവർ ഫീസ്. ഇതൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ ആവും. നമ്മൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, വായിച്ച് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടതെന്നുള്ളത്. ഇതിൽ മെയിൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് IMM 5710 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻസ് എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമെയിൻ ഇൻ കാനഡ ആസ് എ വർക്കർ. സ്റ്റഡി പെർമിറ്റിൽ നിന്ന് വർക്ക് പെർമിറ്റിലോട്ട് മാറാനുള്ള ഫോമാണ് IMM 5710. ഈ ഫോം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന പോലെ വീണ്ടും ഒന്നുകൂടെ ചെയ്യുക. അപ്പോൾ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതോടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ആ ഫോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കാണുക. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോവുക. ഫോൾഡറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അഡോബ് റീഡർ വഴി ഓപ്പൺ ആക്കുക. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ കയറി കാണുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ആണ്. കാരണം കുറേ സപ്പോർട്ട് ഡോക്യുമെൻ്റ് ഉണ്ട്, സിംഗിൾ ആപ്ലിക്കേഷൻ്റെ കൂട്ടല്ല. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റീസെൻറ്റ് എഡ്യൂക്കേഷൻ ട്രാൻസ്ക്രിപ്റ്റ് ആണ്. ഈ റീസെൻറ്റ് എഡ്യൂക്കേഷൻ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 1 കോഴ്സോ 2 കോഴ്സോ 3 കോഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാ കോഴ്സിൻ്റെയും ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. അത് നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഇഫ് യു ആർ അപ്ലൈങ് ഫോർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് യു മസ്റ്റ് പ്രൊവൈഡ് ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റ് ഫ്രം യുവർ സ്കൂൾ ദാറ്റ് കൺഫേം യു ആർ കംപ്ലീറ്റിംഗ് യുവർ സ്റ്റഡി പ്രോഗ്രാം. കാരണം അവരിപ്പം നമ്മൾ 1+1 ആണ് ചെയ്തതെങ്കിൽ 2 കോഴ്സിനെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർ ഈ 3 ഇയർ വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ കംപ്ലീഷൻ ഓഫ് സ്റ്റഡീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് സ്റ്റഡീസ്, കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റിൽ ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത് ആ കോളേജിൽ നിന്നുള്ള കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ മെയ് മാസത്തിലാണ് സാധാരണ അത് കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ അത് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്വസ്റ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും യു മസ്റ്റ് പ്രൊവൈഡ് എ ഒഫീഷ്യൽ ലെറ്റർ ഫ്രം യുവർ സ്കൂൾ ദാറ്റ് കൺഫേം യു ആർ കംപ്ലീറ്റഡ് യുവർ സ്റ്റഡീസ് പ്രോഗ്രാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് നിങ്ങളുടെ പാസ്പോർട്ടാണ്. നിങ്ങളുടെ വൈഫിൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് എടുത്ത് ഇവിടെ ആഡ് ചെയ്യരുത്. നിങ്ങളുടെ പാസ്പോർട്ട് മാത്രമേ ചെയ്യാവൂ. ഈ പാസ്പോർട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടും ഫ്രണ്ട് ആൻഡ് ബാക്ക്, പിന്നെ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എത്രണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തണം. 2 സ്റ്റഡി പെർമിറ്റ് എങ്കിൽ 2 സ്റ്റഡി പെർമിറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ TRV പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ആ വിസ ഉണ്ടല്ലോ അതും കൂടെ സ്കാൻ ചെയ്ത് അങ്ങനെ എല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരു സിംഗിൾ PDF-ലാക്കിയിട്ട് അതിൻ്റെ പേര് പാസ്പോർട്ട് എന്ന് തന്നെ ആക്കുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പേര് തന്നെ നിങ്ങൾ റിനെയിം ചെയ്യുക കേട്ടോ. ഡോക്യുമെൻ്റ് പേരും ഇതുകൂടെ മാച്ച് ചെയ്യണം. റിനെയിം ചെയ്തിട്ട് ഈ പേര് തന്നെ ആക്കുക. കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ഫാമിലി മെമ്പർ റെപ്രസെൻറ്റേറ്റീവ് ഫോം IMM 5713. ഇതും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കയറി കാണുക. ഇത് കണ്ടില്ലേ, സിമ്പിളാണ്. നെയിമും
സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ വൈഫിൻ്റെ പേര് ആഡ് ചെയ്യുക, സിഗ്നേച്ചർ കൊടുക്കുക, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, ലാസ്റ്റിൽ നിങ്ങൾ സിഗ്നേച്ചർ കൊടുക്കുക. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാരേജ് ലൈസൻസ് ഓർ സർട്ടിഫിക്കറ്റ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോട്ടോ ആണ്. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും അതിൻ്റെ എന്തൊക്കെ റിക്വയർമെൻ്റ് ആണെന്നുള്ളത്, സൈസ്, ഏതൊക്കെ ഫോർമാറ്റിലാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ താഴത്തെ ഫാമിലി മെമ്പർ 1 ഇത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ താപ്പോട്ട് ഇങ്ങനെ കാണിക്കും. ഈ ഓപ്ഷണൽ ഡോക്യുമെന്റ് ഞാൻ ലാസ്റ്റ് പറയാം. ഈ ഫാമിലി മെമ്പറിന്റെ കേസിൽ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ IMM 5710 എന്ന് പറയുന്നത് ഇത് അത് തന്നെയാണ്. വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനും വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫോം സെയിം ആണ്. അതിൽ വരുന്നത് വൈഫിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വരുന്നത് പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഫിന്റെ പാസ്പോർട്ട് മാത്രം സ്കാൻ ചെയ്ത് വിടരുത്. വൈഫിന്റെ പാസ്പോർട്ടും വൈഫിന്റെ TRV, വൈഫിന്റെ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ്, ഇപ്പം നിലവിലുള്ള വർക്ക് പെർമിറ്റും കൂടെ സ്കാൻ ചെയ്ത് ഒരുമിച്ച് മെർജ് ചെയ്ത് പാസ്പോർട്ട് ഒന്ന് റിനെയിം ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. പിന്നെ വരുന്ന ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഞാൻ ഇത് പറയാം, ഈ ക്ലയന്റ് ഇൻഫർമേഷൻ പറയാം. ഇത് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിന്റെ ക്ലയന്റ് ഇൻഫർമേഷൻ്റെ അകത്ത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് B ലെവൽ വേണോ വേണ്ട എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കാണുക, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്, അതിനെപ്പറ്റി എന്നാണ് നിങ്ങൾ ജോലി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറി കാണുക. വേണമെങ്കിൽ മേളിൽ I ബട്ടൺ ഞാൻ കൊടുത്തേക്കാം, അതും കൂടെ കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു വെച്ചാൽ, ഇപ്പം നിങ്ങൾ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, സ്പൗസിൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, മെയിൻ ആപ്ലിക്കൻറ്റ് ഇപ്പോൾ B ലെവലാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ NOC കോഡ് വെച്ച് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ മേടിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ മേടിക്കുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും. രണ്ടുപേരും NOC കോഡ് വെച്ച് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ലാസ്റ്റ് 3 മാസത്തെ പേ സ്റ്റെപ്പ്, അതുപോലെ ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത് ബാങ്കിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും ഈ പറഞ്ഞ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർ സീൽ ചെയ്ത് തരും. നിങ്ങൾ രണ്ടുപേരും കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 10,000 കനേഡിയൻ ഡോളറെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ അക്കൗണ്ടിലായിട്ട് കാണിക്കാൻ ശ്രമിക്കുക. 10,000 ഇല്ലെങ്കിലും മാക്സിമം എത്രയാണോ ഉള്ളത് അത്രയും കാണിക്കുക. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ക്ലയൻറ്റ് ഇൻഫർമേഷനകത്ത് ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടേതാണ്. ഇവിടെ ഒരു ക്ലയൻറ്റ് ഇൻഫർമേഷൻ ഉണ്ട്, മാറിപ്പോകരുത്. ഓപ്ഷണൽ ഡോക്യുമെൻറ്റിനകത്ത് വൈഫിൻ്റെ കേസിലും നിങ്ങളുടെ സ്പൗസിൻ്റെ കേസിലും ഒരു ക്ലയൻറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അവിടെ അല്ല ചെയ്യേണ്ടത്. മെയിൻ ആപ്ലിക്കേഷനായ ഫസ്റ്റ് കാണുന്ന ഓപ്ഷണൽ ഡോക്യുമെൻറ്റ് വേണം ആഡ് ചെയ്യാൻ. ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരു PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇതിൽ ഫീസ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് ഒരെണ്ണം, അടുത്തൊരു വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഹോൾഡർ ഫീസ് 2 ടോട്ടൽ ഇത് തന്നെയാണോ നോക്കുക. കാരണം ടോട്ടൽ 4 വേണം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 510 കനേഡിയൻ ഡോളറാണ്. ഇത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അതുവരെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തില്ല. നിങ്ങൾ ഇതുവരെ വന്നിട്ട് നിങ്ങൾക്ക് 60 ദിവസം സമയമുണ്ട് ഈ ഡോക്യുമെൻറ്റിൽ അപ്ലോഡ് ചെയ്യാനും പേ ചെയ്യാനും. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇത് എന്ന് നിങ്ങൾ ജോലി സ്റ്റോപ്പ് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കയറി കാണുക. അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. കാരണം അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി. ഇപ്പോൾ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് നേരെ ബാക്കിൽ പോയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്യാൻ പറ്റും. മോഡിഫൈ മൈ ആൻസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാക്കിൽ പോകും. ബാക്കിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്നും നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് തിരിച്ചുവിടെ വരാൻ പറ്റും. കണ്ടില്ലേ? നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.